ശക്തമായ കാറ്റിൽ കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്തുണ്ടായത് വ്യാപക നാശനഷ്ടം. താമരശ്ശേരി ചുരത്തിൽ പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു. പുതുപ്പാടി കൈതപ്പൊയിലിൽ കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഷീറ്റ് പറന്നുപോയി. വീട്ടുവളപ്പിലെ തെങ്ങുപൊട്ടി വീടിന് മുകളിലേക്ക് വീണു. പലയിടങ്ങളിലും മരങ്ങൾ വീണ വൈദ്യുതി ലൈൻ പൊട്ടി. കൂടരഞ്ഞി, കുമ്പാറ, തിരുവമ്പാടി പ്രദേശങ്ങളിലും നാശനഷ്ടമുണ്ടായി. വീടുകൾക്കും കടകൾക്കും മുകളിൽ മരം വീണു. വൈദ്യുത തൂണുകൾ വീണ വൈദ്യുതി കണക്ഷനുകൾ താറുമാറായി. കൊടുവള്ളി ആവിലോറയിൽ മരം വൈദ്യുതി ലൈനിലേക്ക് വീണ ട്രാൻസ്ഫോമർ നിലം പൊത്തി. തൊട്ടടുത്ത കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്ന വൈദ്യുതി ലൈനിൽ വീണു. പത്തനംതിട്ടയിൽ നിലവിൽ മഴ മുന്നറിയിപ്പില്ലെങ്കിലും പലയിടത്തും കനത്ത കാറ്റാണ്. പന്തളത്ത് നിരവധി സ്ഥലങ്ങളിൽ മരങ്ങൾ ഒടിഞ്ഞു വീണു. ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു വീണു. മുത്തൂണിയിൽ മരം വീണ ഇലക്ട്രിക് പോസ്റ്റ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് പതിച്ചു. കടക്കാട് കൃഷിഫാമിന് സമീപവും മരം ഒടിഞ്ഞു വീണു. അതിഭയങ്കരമായ കാറ്റായിരുന്നു അടിച്ചിരുന്നത്. മരങ്ങൾ കടപുഴകി വീണ് KCB ലൈനുകൾക്കും പോസ്റ്റുകൾക്കും കേടുപാട് സംഭവിച്ചിരിക്കുകയാണ്. അടൂർ ഹോളി ക്രോസ് ആശുപത്രിക്ക് സമീപം മരത്തിന്റെ ശിഖരം വീടിന് മുകളിൽ ഒടിഞ്ഞു വീണെങ്കിലും കാര്യമായ നാശനഷ്ടങ്ങളില്ല. കൊല്ലം പുനലൂരിലും ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. മരം വീണ സ്കൂട്ടറിനും കേടുപാടുണ്ടായി. വടക്കൻ കേരളത്തിൽ അടുത്ത 3 ദിവസം മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.